സോ ഗുഡ് ഈവനിങ് എവരി വൺ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് തന്നെ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരേ വേർഡ് തന്നെ അജക്റ്റീവായിട്ടും ആ അജക്റ്റീവായിട്ടുള്ള വേർഡിൻ്റെ അവസാനം എൽവൈ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേർഡിനെ ആഡർബ് ആക്കിയിട്ട് മാറ്റാം. അതിന് എക്സാമ്പിൾ നമ്മൾ കുറേ പഠിച്ചു. ഹാർഡ് ഹാർഡ്ലി, ഹാപ്പി ഹാപ്പിലി, ക്യൂട്ട് ക്യൂട്ട്ലി, അല്ലേ? എക്സാമ്പിൾ നോക്കി. ഇനി ഇങ്ങനെയുള്ള കുറച്ചപ്പോൾ ഇത് നിങ്ങൾക്ക് വലിയൊരു നോളേജ് തന്നെയാണ്. കാരണം മിക്ക അജക്റ്റീവിൻ്റെയും അവസാനത്തിൽ എൽവൈ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്ത് ഫോം കിട്ടും? അതിൻ്റെ ആഡ്വർബിയൽ ഫോം കിട്ടും. ഓക്കെ, പക്ഷെ അത് എല്ലാത്തിനും അങ്ങനെ വേണം നിർബന്ധം പിടിക്കരുത്. ഡിക്ഷണറി ഒക്കെ നോക്കിയിട്ട് വേണം. ഡിക്ഷണറി മാത്രം നോക്കിയാലും ഇത് ഫുള്ള് കിട്ടൂല. നമ്മുടെ പത്രവായന, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായന, അതൊക്കെ വർദ്ധിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള പല വാക്കുകളും നമ്മളെ മുമ്പിൽ വന്ന് പെടുക. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പദസമ്പത്ത്, വൊക്കാബുലറി എന്ന് പറഞ്ഞ സംഭവം വർദ്ധിപ്പിക്കുക. നൗ അതുപോലെയുള്ള ഒരു വേർഡാണ് ഓൺലി. ഓൺലി എന്ന വേർഡ് നമുക്കറിയാം, മാത്രം, അല്ലേ? ഓൺലി, ഓൺലി മീ, ഞാൻ മാത്രം, ഓൺലി യു, നിങ്ങൾ മാത്രം എന്നൊക്കെ പറയുന്ന ഈ ഓൺലി എന്ന വേർഡ് ഓരോ വാക്യത്തിലും വരുന്ന സ്ഥാനത്തിനനുസരിച്ച് ആ വാക്യത്തിൻ്റെ മീനിങ്ങിൽ കാര്യമായ മാറ്റം സംഭവിക്കാം. നോക്കാം നമുക്ക് എക്സാമ്പിൾ. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ബുക്കിൽ നോക്കുക, ഇല്ലാത്തവർ ഞാൻ പറയുന്ന എക്സാമ്പിൾ ഞാൻ സ്ലോയിൽ പറയാം. ഒന്ന് നിങ്ങൾ ലെക്ചർ നോട്ടിലൊന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം വേഗം മനസ്സിലാവും. നോക്കോളൂ. ഫസ്റ്റ് വൺ, ഓൺലി ആൻ ആഡ്വർബ് ക്വാളിഫൈസ് എ വെർബ്. ഓൺലി ആൻ ആഡ്വർബ്, ഒരു ആഡ്വർബിന് മാത്രമേ ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ, ഗുണഗണദോഷങ്ങൾ എടുത്തു പറയാൻ കഴിയുള്ളൂ എ വെർബ്, ഒരു വെർബിൻ്റെ. അപ്പോൾ ഒരു ആഡ്വർബിന് മാത്രമേ ഒരു വെർബിൻ്റെ ഗുണഗണദോഷങ്ങൾ എടുത്തു പറയാൻ കഴിയുള്ളൂ, വിശേഷണങ്ങൾ എടുത്തു പറയാൻ കഴിയുള്ളൂ. ഓക്കെ, ഓൺലി. അപ്പോൾ ഉണ്ടാവും ഓൺലി ആൻ ആഡ്വർബ്, ഒരു ആഡ്വർബിന് മാത്രം. അപ്പോൾ അവിടെ അങ്ങനെ വന്നു, ആഡ്വർബിന് മാത്രം. ഈ സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ. ആൻ ആഡ്വർബ് ഓൺലി ക്വാളിഫൈസ് വെർബ്. സെക്കൻഡ് എക്സാമ്പിളിൽ നല്ല മാറ്റമുണ്ട്, അർത്ഥം മാറ്റമുണ്ട്. കാരണം ഓൺലിയുടെ സ്ഥാനം മാറി. ആൻ ആഡ്വർബ് ഓൺലി ക്വാളിഫൈസ് എ വെർബ്. ഒരു ആഡ്വർബ് ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. മനസ്സിലായോ? ഒരു ആഡ്വർബ് ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് എക്സാമ്പിൾ എനിക്ക് എഴുതി ടൈപ്പ് ചെയ്ത് അയച്ചു തരികയും വേണം. ഞങ്ങളെ വെറുതെ വിടൂല, വർക്ക് തരാം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ. ഐ റിയലി ഡോണ്ട് നോ ദ ആൻസർ. അവിടെ റിയലി എന്ന വാക്കിൻ്റെ അർത്ഥം ട്രൂലി സ്പീക്കിംഗ്, സത്യം പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ദ ആൻസർ, എനിക്ക് ഉത്തരം അറിയില്ല. രണ്ടാമത്തെ വാക്യം വ്യത്യാസമുണ്ട്. ഐ ഡോണ്ട് റിയലി നോ ദ ആൻസർ, ഐ ഡോണ്ട് റിയലി നോ ദ ആൻസർ. അതിൻ്റെ അർത്ഥം എന്താ വരിക? ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ നോ ദ ആൻസർ, എനിക്ക് ഉത്തരം അറിയോ എന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. കണ്ടോ, രണ്ട് വാക്യം കൂടി വ്യത്യാസമുണ്ട്. റിയലി രണ്ട് സ്ഥാനത്ത് വന്നത്, ഒന്ന് ഡോണ്ടിൻ്റെ മുമ്പ്, ഡോണ്ടിന് ശേഷം. രണ്ട് സ്ഥാനത്തും അർത്ഥം മാറുകയുണ്ടായി. അത് ഉൾക്കൊള്ളും. നിങ്ങൾ റിയലി ഉപയോഗിച്ചുകൊണ്ട് എക്സാമ്പിൾ എനിക്ക് എഴുതി അയക്കണ്ട, ഓൺലി ഉപയോഗിച്ചുകൊണ്ട് മാത്രം എക്സാമ്പിൾ എഴുതി അയച്ചാൽ മതി. ഇതിൽ ഓൺലി വെച്ചുകൊണ്ട് കൂടുതൽ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം ഓൺലി വെച്ച് കണ്ട് കുറേ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഫിഫ്ത്ത് വൺ, ഐ ഡെലിബറേറ്റ്ലി ഡിഡ്ന്റ് ലീവ് ദ റൂം, the door open. I saw to it consciously that door was not left open. I deliberately, ഞാൻ മനഃപൂർവം didn't leave the door open, വാതിൽ തുറന്നിട്ട് പോയിട്ടില്ല. ഞാൻ മനഃപൂർവം വാതിൽ തുറന്നിട്ട് പോയിട്ടില്ല. I saw to it consciously, അത് ഞാൻ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പുറത്ത് പോയിട്ടുള്ളത് എന്നാണ്, വാതിൽ തുറക്കാതെ എന്നാണ് അയാൾ പറയുന്നത്. അടുത്ത വാക്ക് നോക്കൂ. ഐ ഡിഡ്ന്റ് ഡെലിബറേറ്റ്ലി ലീവ് ദ ഡോർ ഓപ്പൺ. എന്താണ് മീനിങ്? ഇറ്റ് വാസ് ആൻ ഇൻഅഡ്വർട്ടന്റ് മിസ്റ്റേക്ക് ദാറ്റ് ദ ഡോർ വാസ് ലെഫ്റ്റ് ഓപ്പൺ. ഡോറ് തുറന്നിട്ട് എന്നുള്ളത് അശ്രദ്ധമായി സംഭവിച്ച ഒരു തെറ്റാണ്. എന്തായാലും ഞാനത് ബോധമനസ്സോടു കൂടി ചെയ്തതല്ല
എന്നാണ് രണ്ടാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം. ഇത്തരം വാക്യങ്ങളൊന്നും വലിയ വ്യത്യാസമില്ല, ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ. ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. ഇതിനേക്കാളും നിങ്ങൾ കൂടുതൽ ഓൺലിയിൽ കൂടിയാൽ മതി. ഓൺലിയാണ് ബുദ്ധിമുട്ട് ഏറിയത് കേട്ടോ. ഇത് ഞാൻ വെറുതെ ജസ്റ്റ് നമ്മൾ ലാംഗ്വേജ് സ്കില്ലൊന്ന് കൂട്ടാൻ വേണ്ടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ കൊടുത്തതാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ റെഫർ ചെയ്ത ബുക്കിൽ ഓൺലി മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, 7th, ക്ലിയർലി ദേ ഡിഡ്ന്റ് എക്സ്പ്ലെയിൻ തിങ്സ്. ക്ലിയർലി, വ്യക്തമായി പറയുകയാണെങ്കിൽ, ദേ ഡിഡ്ന്റ് എക്സ്പ്ലെയിൻ തിങ്സ്, അവർ വസ്തുതകൾ വിശദീകരിച്ചില്ല. ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് ദേ ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ തിങ്സ്, അവർ കാര്യങ്ങൾ വിശദീകരിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് വരിക. എന്നാൽ അടുത്ത് നോക്കൂ, ദേ ഡിഡ്ന്റ് എക്സ്പ്ലെയിൻ തിങ്സ് ക്ലിയർലി, അവർ കാര്യങ്ങൾ വ്യക്തമായി എന്ത് ചെയ്തില്ല, വിശദീകരിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ദേ പ്രോപ്പർലി ട്രൈഡ് ടു എക്സ്പ്ലെയിൻ, അവർ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു, ബട്ട് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ തിങ്സ് ക്ലിയർലി ഇനഫ്, മതിയായ വണ്ണം വ്യക്തമായിട്ട് അവർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഓരോന്നിനും ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ആ ഭാഗം കൂടുതൽ ആ ഭാഗത്തേക്ക് പോകണില്ല. ഓൺലി വെച്ചുകൊണ്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം കൂടുതലായി കേട്ടോ. അതായത് ഓൺലി വെച്ചുകാണ്ട് ഒരു വാക്യത്തിൽ ഐ ലൈക്ക് യു എന്ന് പറഞ്ഞ വാചകം, ഐ ലൈക്ക് യു, ഈ വാക്യത്തിൽ ഓരോ സ്ഥാനത്തും ഓൺലി വരുമ്പോഴുള്ള മാറ്റം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയുമ്പോൾ തന്നെ ലെക്ചർ നോട്ട് എഴുതി വെക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണകരമായിരിക്കും അത് എന്നുകൂടി അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഓൺലി ഐ ലൈക്ക് യു എന്നർത്ഥം ഞാൻ മാത്രമാണ് നിന്നെ ഇഷ്ടപ്പെടുന്നത്, ഞാൻ മാത്രമാണ് നിന്നെ ഇഷ്ടപ്പെടുന്നത്, വേറെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ അർത്ഥമൊന്നും എഴുതി വെച്ചോളൂ, കാരണം അല്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള യൂസേജ് ആണ്. ഓൺലി ഐ ലൈക്ക് യു. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യത്തിൽ ഐ ഓൺലി ലൈക്ക് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. കണ്ടോ, ഐ ഓൺലി ലൈക്ക് യു, അവിടെ ഇഷ്ടപ്പെടുക മാത്രം, നിന്നെ ഇഷ്ടപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. അർത്ഥം മാറിപ്പോണ്ട് ട്രാക്ക് കണ്ടങ്ങൾ. ഇനി അടുത്തത് ഐ ലൈക്ക് ഓൺലി യു, നിന്നെ മാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ, വേറെ ആരെയും ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ മാത്രമേ ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ, വേറെ ആരെയും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനത്തെ അർത്ഥം എഴുതി വെക്കേണ്ടത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇനി ഐ നോ ദ ആൻസർ, അടുത്തൊരു വാക്യം പറയണം, ഐ നോ ദ ആൻസർ. ഇതിൽ നമ്മൾ ഓൺലി ചേർക്കാൻ പോവുകയാണ്. ഓൺലി ഐ നോ ദ ആൻസർ, എനിക്ക് മാത്രമേ ആൻസർ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അങ്ങനെ സൂചന എഴുതി വെച്ചോളൂ കേട്ടോ. രണ്ടാമത്തത് ഐ ഓൺലി നോ ദ ആൻസർ, എനിക്ക് ഉത്തരം അറിയുക മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. എനിക്ക് ഉത്തരം അറിയുക മാത്രമേ ഉള്ളൂ, വേറൊന്നും അറിയില്ല എന്നാണ്. അല്ലെങ്കിൽ എനിക്ക് ഉത്തരം അറിയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഐ നോ ഓൺലി ദ ആൻസർ, എനിക്ക് ഉത്തരം മാത്രമേ അറിയൂ, വേറൊന്നും അറിയില്ല. എനിക്ക് ഉത്തരം മാത്രമേ അറിയൂ, വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓൺലി ചേർത്തുകൊണ്ട് അർത്ഥം കൂടി എഴുതിക്കാണ്ട് വേണം അയക്കാൻ കേട്ടോ. ഓൺലി ചേർത്തുകൊണ്ട് അങ്ങനെ എഴുതി അയച്ചാൽ മാത്രം പോരാ, ഓരോ വാക്യത്തിലും ഓൺലി ഇങ്ങനെ മാറി വരുമ്പോൾ അർത്ഥത്തിൽ വരുന്ന മാറ്റം കൂടി എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അതും കൂടി ടൈപ്പ് ചെയ്യണം. വാക്യം ഞാൻ പറയാം. ഐ കെയിം ഹിയർ ഇൻ ദ ഈവനിങ്. അപ്പോൾ ഈസി ഉള്ളതൊക്കെ സാറ് പറഞ്ഞു, ടഫ് ഉള്ളത് ഞങ്ങൾക്ക് തരികയാണല്ലേ എന്ന് ആരുടെയൊക്കെയോ മനസ്സ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം, ഞാൻ ടഫാക്കണ്ട. ഓക്കെ, എങ്ങനെ? ഐ കെയിം ഹിയർ ഇൻ ദി ഈവനിങ്. ഓക്കെ, ഓൺലി ഐ കെയിം ഹിയർ ഇൻ ദ ഈവനിങ്. ഞാൻ മാത്രമാണ് ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നത്. ഞാൻ മാത്രമാണ്
വൈകുന്നേരം ഇവിടെ വന്നത്. വേറെ ആരും വന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. ഐ ഓൺലി കെയിം ഹിയർ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരം ഇവിടെ വരിക മാത്രമേ ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഐ ഓൺലി കെയിം ഹിയർ ഇൻ ദ ഈവനിങ്. ഞാൻ ഇവിടെ വരിക മാത്രമേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഓക്കെ, അടുത്തതായിട്ട് ഹിയർ എന്ന വാക്കിന് മുമ്പ് വരും ഐ കെയിം ഓൺലി ഹിയർ ഇൻ ദ ഈവനിങ്. ഐ കെയിം ഓൺലി ഹിയർ ഇൻ ദ ഈവനിങ്. ഞാൻ ഇവിടെ മാത്രമേ വൈകുന്നേരം വന്നുള്ളൂ, വേറെ എവിടെയും വന്നിട്ടില്ല. ഞാൻ വൈകുന്നേരം ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ എവിടെയും വന്നിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. ഐ കെയിം ഹിയർ ഓൺലി ഇൻ ദ ഈവനിങ്. ഐ കെയിം ഹിയർ ഓൺലി ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരം മാത്രമാണ് ഇവിടെ വന്നത്, വേറെ സമയത്തൊന്നും വന്നിട്ടില്ല. ഞാൻ വൈകുന്നേരം മാത്രമാണ് ഇവിടെ വന്നത്, വേറെ സമയത്തൊന്നും വന്നിട്ടില്ല. കണ്ടോ ലാംഗ്വേജിൻ്റെ ഓരോ അവസ്ഥ കേട്ടോ. ഇനി ഞാൻ വാക്യം പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാനുള്ള വാക്യം പറയട്ടെ. നിങ്ങൾക്ക് ചെയ്യാനുള്ള വാക്യം പറയട്ടെ. ഓക്കെ കേട്ടോ, വാക്യം എഴുതിച്ചോളൂ. ഇതെല്ലാവരും ടൈപ്പ് ചെയ്ത് കണ്ട് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ കൂടി ജസ്റ്റ് എഴുതിക്കൊണ്ടോ മറ്റോ എനിക്ക് അയച്ചു തരണം. അതിന് മംഗ്ലീഷിൽ മലയാളം ട്രാൻസ്ലേഷൻ ടൈപ്പ് ചെയ്താലും ഞാൻ ഓക്കെയാണ്. ഓക്കെ, നിങ്ങളെ എല്ലാവരും മൊബൈലിൽ ഇപ്പോൾ മലയാളം ഫോൺ ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം വാക്യം. ഐ സോ ഹെർ യെസ്റ്റർഡേ. ഐ സോ SAW. ഐ സോ ഹെർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവളെ കണ്ടു. ഞാൻ ഇന്നലെ അവളെ കണ്ടു. ഇതിൽ ആരംഭം മുതൽ ഓരോ ഭാഗത്തും ഓൺലി വെച്ചിട്ടുള്ള അർത്ഥവ്യത്യാസം കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് എന്നെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, എല്ലാവരും ഒരാളും വർക്കിൽ നിന്ന് പിന്മാറരുത്. ഇന്ന് മുതൽ ചെയ്തോളൂ, ഒരാഴ്ച വരെ സമയമുണ്ട്. ഓക്കെ കേട്ടോ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ആഡ്വർബ് ഓഫ് മാനർ. നമുക്ക് പല ആഡ്വർബുകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആഡ്വർബ് ഓഫ് മാനർ ആർ പ്ലേസ്ഡ്. സാധാരണ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില ആഡ്വർബുകൾ, ആഡ്വർബ് ഓഫ് മാനറുകൾ നമ്മൾ എവിടെയാണ് അത് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലപ്പോഴും ഒന്നുകിൽ ആരംഭത്തിൽ, അതായത് ഒന്നുകിൽ നമ്മൾ ആരംഭത്തിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വെർബിൻ്റെ ശേഷം യൂസ് ചെയ്യും, അതല്ലെങ്കിൽ ഏറ്റവും അവസാനം. ഇവിടെ പറഞ്ഞത് വെർബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഏറ്റവും അവസാനമോ യൂസ് ചെയ്യും. ഏത്? ആഡ്വർബ് ഓഫ് മാനർ, രീതി കാണിക്കുന്ന ആഡ്വർബ്. ഒരു കാര്യം ചെയ്യപ്പെട്ട രീതി കാണിക്കുന്ന ആഡ്വർബുകൾ നമ്മൾ പൊതുവിൽ യൂസ് ചെയ്യുന്നത് വാക്യത്തിൻ്റെ അവസാനത്തിലാണ്, അല്ലെങ്കിൽ വെർബിൻ്റെ തൊട്ടു പിറകെയാണ്. നോക്ക്, നമ്മൾ ഷീ സ്പീക്സ് റഷ്യൻ ഫ്ലുവൻലി. കണ്ടോ, അവൾ റഷ്യൻ ഭാഷ ഒഴുക്കോടെ, ഫ്ലുവൻലി ഒഴുക്കോടെ സംസാരിക്കുന്നു. കണ്ടോ, ഫ്ലുവൻലി ആഡ്വർബ് ഓഫ് മാനർ ആണ്, ലാസ്റ്റ് വന്നു. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ട്രൈ ടു ബിഹേവ് സെൻസിബിളി. ബുദ്ധിപരമായി പെരുമാറാൻ ശ്രമിക്കൂ. ട്രൈ ടു ബിഹേവ് സെൻസിബിളി. സോ ഹിയർ ദ ആഡ്വർബ് സെൻസിബിളി കം ആഫ്റ്റർ ദ വെർബ് ബിഹാവ് ഓർ ബിഹേവ്. ബിഹാവ് എന്ന ബിഹേവ് എന്ന വാക്കിന് ശേഷമാണ് സെൻസിബിളി, ബോധപൂർവം ബോധത്തോടു കൂടി എന്നൊക്കെ അർത്ഥം വരുന്ന ആ ഒരു വേർഡ് വന്നിരിക്കുന്നത്. നൗ നെക്സ്റ്റ്, ഹി മൂവ്ഡ് സ്വിഫ്റ്റ്ലി. അയാൾ പെട്ടെന്ന് ഇവിടുന്ന് പോയി, അല്ലെങ്കിൽ പുറപ്പെട്ടു, നീങ്ങി എന്നൊക്കെ അർത്ഥം. കണ്ടോ, സ്വിഫ്റ്റ്ലി, സ്വിഫ്റ്റ്ലി വേഗത്തിൽ, പെട്ടെന്നല്ല വേഗത്തിൽ. അയാൾ വേഗത്തിൽ ഇവിടുന്ന് പലായനം ചെയ്തു. ഓക്കെ, കണ്ട, സ്വിഫ്റ്റ്ലി അവിടെയും വെർബിന് ശേഷം. ദ പ്ലാന്റ് ഗ്യൂ റാപ്പിഡ്ലി. സസ്യങ്ങൾ വേഗത്തിൽ വളർന്നു, വേഗത്തിൽ വളർന്നു, റാപ്പിഡ്ലി വേഗത്തിൽ, അതും ആഡ്വർബ് ഓഫ് മാനർ ആണ്, ലാസ്റ്റ്. ഇനി അടുത്തത്, ഐ ഹാഡ് ടു ചൂസ് മൈ വേർഡ്സ് കെയർഫുള്ളി. കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിത്ത് കെയർ എന്നാണ്. കണ്ടോ, അവിടെ ഏറ്റവും അവസാനമാണ് കെയർഫുള്ളി, ശ്രദ്ധയോടെ. എനിക്ക് എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. വാക്കുകൾ എനിക്ക് ശ്രദ്ധയോട് കൂടി തിരഞ്ഞെടുക്കേണ്ടി വന്നു. നെക്സ്റ്റ് എന്താണ് വന്നത്? Can we discuss this sensibly? നമുക്ക് ഈ കാര്യങ്ങൾ ബുദ്ധിപൂർവം ഡിസ്കസ് ചെയ്യാൻ പറ്റൂലേ? ഡിസ്കസ് ചെയ്തൂടെ?
നമുക്ക് ഈ കാര്യങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഡിസ്കസ് ചെയ്തൂടെ? കണ്ടോ, ബുദ്ധിപൂർവ്വം. അവിടെയും സെൻസിബിളി ലാസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ആഡ്വർബ് ഓഫ് മാനർ എവിടെയാണ് വരിക? ഒന്നുകിൽ വെർബിന് ശേഷം അല്ലെങ്കിൽ ഏറ്റവും അവസാനം. ഈ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടി അവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തു എന്നേ ഉള്ളൂ. ആരും കാട് കയറി ആലോചിക്കൊന്നും വേണ്ട. ദ പോലീസ്മാൻ ഇൻസ്പെക്ടഡ് ദ കാർ ഒഫീഷ്യസ്ലി. ഔദ്യോഗികമായി ആ പോലീസുകാരൻ കാറ് ഔദ്യോഗികമായി അയാൾ പരിശോധിച്ചു, ഇൻസ്പെക്ട് ചെയ്തു. പോലീസുകാരൻ ആ കാറ് ഔദ്യോഗികമായിട്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? ഇൻസ്പെക്ട് ചെയ്തു. ഓക്കെ, ഇതാണ് ആ ഭാഗം. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കണം. കാരണം പെട്ടെന്നൊക്കെ വായിക്കും പ്രയാസം വന്നേക്കാം. ക്ലാസ്സുകൾ കേൾക്കണം. ആഡ്വർബ് ഓഫ് മാനർ മറ്റു ആഡ്വർബുകളെ പോലെയല്ല, ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിനെ പ്രത്യേകം എടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത് ലാംഗ്വേജ് ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആഡ്വർബിയൽ പ്ലേസ് ഓഫ് ടൈം അഥവാ ആഡ്വർബ് ഓഫ് പ്ലേസോ ആഡ്വർബ് ഓഫ് ടൈമോ ഒക്കെ വരികയാണെങ്കിൽ, അതായത് ഹിയർ, ദേർ, എവരിവേർ, നൗ, ദെൻ, യെറ്റ്, ടുഡേ, നെക്സ്റ്റ്, സൺഡേ, അറ്റ് സ്കൂള്, ഇൻ ദ പാർക്ക്, ലാസ്റ്റ് വീക്ക്, ഫോർ 3 days, ലാസ്റ്റ് ഇയർ എക്സെട്ര, ഈ പറഞ്ഞ വാക്കുകൾ മുഴുവൻ ആഡ്വർബ് ഓഫ് ടൈമോ ആഡ്വർബ് ഓഫ് പ്ലേസോ ആണ്. അതായത് ഈ പറഞ്ഞ വാക്കുകൾ മുഴുവൻ ആഡ്വർബ് ഓഫ് ടൈം ആവാം, അല്ലെങ്കിൽ ആഡ്വർബ് ഓഫ് പ്ലേസ് ആവാം. രണ്ടും വേറെ വേറെ പറഞ്ഞുതരാം. ഹിയർ ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്, ദേർ ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്, എവരിവേർ ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. ഓക്കെ, അതുപോലെ അറ്റ് സ്കൂൾ പിന്നെ ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്, ഇൻ ദ പാർക്ക് ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. ഓക്കെ, ഇനി ആഡ്വർബ് ഓഫ് ടൈം നോക്കുകയാണെങ്കിൽ നൗ ആഡ്വർബ് ഓഫ് ടൈം ആണ്, ദെന്ന് ആഡ്വർബ് ഓഫ് ടൈം ആണ്, യെറ്റ്, ടുഡേ, നെക്സ്റ്റ് സൺഡേ ഇതൊക്കെ ആഡ്വർബ് ഓഫ് ടൈം ആണ്. ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ആഡ്വർബ് ഓഫ് ടൈം ആണ്. ഫോർ 3 days 3 ദിവസമായിട്ട് ആഡ്വർബ് ഓഫ് ടൈം ആണ്. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ആഡ്വർബ് ഓഫ് ടൈം ആണ്. ഓക്കെ, ഇത് എവിടെ വെക്കുക? നമ്മൾ എവിടെ യൂസ് ചെയ്യുക? ഐദർ ആഫ്റ്റർ ദ വെർബ് ഓർ ആഫ്റ്റർ ദ ഒബ്ജക്റ്റ് ഇൻ എ സെന്റൻസ്. ഒരു വാക്യത്തിൽ വെർബ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഏതാണോ അത് കഴിഞ്ഞ ശേഷമോ ആണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. എക്സാമ്പിൾ പറഞ്ഞുതരാം. എങ്ങനെ? ഒന്നുകിൽ വാക്കുകൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ആഫ്റ്റർ ദ വെർബിന് തൊട്ട് ശേഷം യൂസ് ചെയ്യാം. ഓക്കെ, ഷീ കെയിം ഹിയർ. അവള് ഇവിടെ വന്നു. കണ്ടോ, കെയിം എന്ന വെർബിന് ശേഷമാണ് ഹിയർ എന്ന വേർഡ് യൂസ് ചെയ്തത്. ഷീ കെയിം ഹിയർ, കെയിം എന്ന വെർബിന് ശേഷമാണ് ഹിയർ എന്ന ആഡ്വർബ് ഓഫ് പ്ലേസ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ അങ്ങനെ എഴുതി വെക്കൂട്ടോ. ഓക്കെ, ഇന്ന് അടുത്ത് നോക്കൂ നിങ്ങൾ. എക്സാമ്പിൾ ഞാൻ പറയാം. ഐ സോ ഹിം യെസ്റ്റർഡേ. ഞാൻ അവനെ കണ്ടു ഇന്നലെ. ഇവിടെ ആരെ കണ്ടു? അവനെ കണ്ടു. നമ്മൾ ഈ വെർബിനോട് ആരെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്. ആരെ കണ്ടത്? അവനെ ആണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഐ സോ ഹിം ആണ് ഒബ്ജക്റ്റ്. കണ്ടോ, അതിന് ശേഷമാണ് ഇന്നലെ യെസ്റ്റർഡേ എന്ന ആഡ്വർബ് ഓഫ് ടൈം വന്നത്. ഇതിന് കൂടുതൽ എക്സാമ്പിൾ എഴുതി നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അയക്കൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുന്ന ഒരുപാട് ഗുണം ചെയ്യും. ആഡ്വർബ് ഓഫ് പ്ലേസും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം, ആഡ്വർബ് ഓഫ് ടൈമും അറിയാം. സമയം കാണിക്കുന്ന വാക്കാവുമ്പോൾ ആഡ്വർബ് ഓഫ് ടൈം ആവും, സ്ഥലം കാണിക്കുന്ന വാക്കാവുമ്പോൾ അത് ആഡ്വർബ് ഓഫ് പ്ലേസ് ആവും. അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് എക്സാമ്പിൾ എഴുതി പരിശീലിക്കുക. നന്നായിരിക്കും. അത് ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയി ക്ലാസ് കേൾക്കുകയും അപ്പം തന്നെ ഓരോ എക്സാമ്പിളെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറേ നമുക്ക് എന്ത് ചെയ്യും. ഇപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ക്ലാസ് ഈസിയാണ്, ക്ലാസ് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ കുറച്ചൊക്കെ ഭാഗങ്ങൾ മനസ്സിലാവാതെ പോകുന്നുണ്ട് അല്ലേ? സത്യാവസ്ഥ അതാണ്. സാറിനോട് ഇപ്പം എങ്ങനെ പറയാൻ മനസ്സിലാവണില്ല എന്ന്. ചില ഭാഗങ്ങൾ എനിക്ക് തിരിഞ്ഞു വരുന്നില്ല. ഓക്കെ, അത് തിരിഞ്ഞു വരാത്തത് എന്താ വെച്ചാൽ അറിയാലോ. കാരണം നമ്മൾ കുറേ കാലങ്ങൾ ടച്ച് ചെയ്യാതെ
തീരെ കാണാത്ത ആൾക്കാരെ കാണുകയാണ്. നിങ്ങൾ 2 വർഷം ഗൾഫിൽ പോയി, നിങ്ങളെ ഫാദർ ഗൾഫിൽ പോയി എന്നുകൊണ്ട് ഫാദർ ഒരു വരാണ്ട് നമ്മൾ അറിയിക്കാതെ ഫാദർ കൊണ്ട് വന്നു വീട്ടിലേക്ക്. നമ്മൾ സ്കൂൾ ഇട്ടുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു പുതിയ ഫോറിൻ ചെരുപ്പ്. നമ്മൾ ചോദിച്ചു, ഉമ്മ ആരാ വന്നിട്ടത്? അതുകൊണ്ട് കയറിയപ്പോഴേക്കും ഫാദർ വന്ന് നമ്മളുടെ കെട്ടിപ്പിടിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഫാദറുമായിട്ട് എന്തോ ഒരു അകൽച്ച അല്ലേ? 2 കൊല്ലം ടച്ച് വിട്ടുപോയി. 2 കൊല്ലം നമുക്ക് ആ ഒരു സമ്പർക്കം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഇൻട്രാക്ഷൻ വിട്ടുപോയി അല്ലേ? എന്തോ ഒരു മതിൽക്കെട്ടുണ്ടാവും. പിന്നെ അദ്ദേഹം 1 മാസം 2 മാസം നമ്മളെ കൂടെ ചെലവഴിക്കുമ്പോഴാണ് ആ മതിൽക്കെട്ട് പോവലും കുറേയൊക്കെ ഒരു ഇൻറ്റിമസി, അടുപ്പം വളർന്നു വരലും. അപ്പോഴേക്കും അദ്ദേഹം അടുത്ത പോക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്താണ്, നിങ്ങൾ ഇൻറ്റിമസി കൂട്ടുക. പിന്നെ കല്യാണം കഴിപ്പിച്ച വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഇൻറ്റിമസി കൂട്ടല്ല കേട്ടോ. ഞാൻ ബുക്ക് വായിച്ചുകാണ്ട് ഈ പറഞ്ഞ കാര്യം ഇൻറ്റിമസി കൂട്ടാനാ പറഞ്ഞത്. മനസ്സിലായി കേട്ടോ? ആണ് പറഞ്ഞത് വായിച്ച ക്ലാസ് കേൾക്കുക, കൂടുതൽ ബുക്ക് വായിക്കുക. അപ്പോൾ ഇൻറ്റിമസി, അടുപ്പം കൂടി വരും ബുക്കുമായിട്ട്. അപ്പോൾ കാര്യം കൂടുതൽ പഠിയും, ടച്ച് കിട്ടും, വേഗം മനസ്സിലാവും, ഒക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇതോടെ നമ്മൾ ആഡ്വർബ് എന്ന ഈ വലിയ ചാപ്റ്ററിന് ഇവിടെ വിരാമം കുറിക്കുകയാണ്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അല്ലേ? മനസ്സിലായിക്കണില്ലേ? ബുക്ക് നന്നായിട്ട് വായിക്കാം കേട്ടോ. ബുക്ക് ഇപ്പോൾ നിങ്ങൾ തമ്പി പ്രശ്നമൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ചിലപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ് കേട്ടോ. ഓക്കെ, അതവിടെ കിടക്കട്ടെ. നിങ്ങൾ നാളെയും മറ്റന്നാളെ ക്ലാസ് കേൾക്കി, ബുക്ക് തുറന്നു വെച്ച് ക്ലാസ് കേൾക്കി, ആത്മാർത്ഥമായി ക്ലാസ് കേൾക്കി. ഉറങ്ങാൻ കിടക്കുമ്പോൾ ക്ലാസ് കേൾക്കരുത്. കഥാപാത്രം പറയാനുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, രാത്രി ഉറക്കം വരാനുള്ള ഒരു പോം വഴിയാണോ നമ്മുടെ യൂട്യൂബ് ക്ലാസ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ആവരുത് കേട്ടോ. യെസ്, നല്ല എന്താ പറയുക, പഠിക്കാൻ വേണ്ടി നമുക്കൊരു മൂഡുണ്ടാവുമല്ലോ, നമുക്ക് നല്ലൊരു ആംബിയൻസ്. അപ്പോൾ പഠിക്കുക, അപ്പോൾ ക്ലാസ് കേൾക്കുക, പഠിക്കാതിരിക്കുക. മറ്റേ ചിലപ്പോൾ ഉറക്കത്തിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്വപ്നം കാണുകയൊക്കെ ചെയ്യുകയെ. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി വർക്കാണ്. എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം വർക്ക് ചെയ്യുക. മനസ്സിലാവാത്ത വർക്കിൻ്റെ കാര്യം ആലോചിക്കരുത് കേട്ടോ. മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം വർക്ക് ചെയ്യുക. ഓക്കെ, താഴെ വർക്ക് പറയാൻ പോവുകയാണ്. എല്ലാവർക്കും അടുത്ത ചൊവ്വാഴ്ച വരെ സമയമുണ്ട്. 20 ക്വസ്റ്റ്യൻ വരുന്ന വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. താഴെ കൊടുത്ത വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. എന്നിട്ടോ അതിന് അണ്ടർലൈൻ ദ ആഡ്വർബ്. ആഡ്വർബുകൾ അണ്ടർലൈൻ ചെയ്യുക. നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ടീച്ചേഴ്സിൽ ആരെങ്കിലും ഒരാൾ ഈ ഭാഗം 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് കണ്ട് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ട്, കാരണം ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കുട്ടികൾ നമ്മൾ ഗ്രൂപ്പിലുണ്ട്. അവർക്ക് പ്രയോജനം, അവർക്ക് ഈ വർക്ക് ചെയ്യാൻ കഴിയട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുവേണ്ടി ഒരാൾ ചെയ്താൽ മതി കേട്ടോ. ഡിസ്കസ് ചെയ്ത് കണ്ട് ഒരാൾ ആ വർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കണ്ട് ഒന്ന് ഗ്രൂപ്പിൽ കൊടുക്കുക. ഫോട്ടോ എടുക്കണ്ട, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നുകൂടി നല്ല വൃത്തിയായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്. റീഡ് ദ സെന്റൻസസ് ഗിവൺ ബിലോ, അണ്ടർലൈൻ ദ ആഡ്വർബ്. താഴെ കൊടുത്ത ഓരോ വാക്യവും വായിച്ചിട്ട് അതിൽ ഏതാണ് ആഡ്വർബ് അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ബുക്കിൽ എഴുതിക്കാണ്ട് വേണം അണ്ടർലൈൻ ചെയ്യാൻ. അല്ലാതെ നമ്മൾ പിന്നെ വേറെ എവിടെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ബുക്കിൽ അണ്ടർലൈൻ ചെയ്യേണ്ട, ജസ്റ്റ് എഴുതിക്കോളൂ കേട്ടോ. ബുക്ക് റെഫറൻസ് ആയിട്ട് അവിടെ നിൽക്കട്ടെ. ഓക്കെ, ദ ബോയ് ഈസ് ടു കെയർലെസ്. ആ ആൺകുട്ടി വളരെ അശ്രദ്ധനാണ്. കെയർലെസ് എന്ന വേർഡ് അശ്രദ്ധനായ, അത് അഡ്ജക്റ്റീവാണ്. അവിടെ അഡ്ജക്റ്റീവ് ആയിരിക്കുന്ന കെയർലെസ് എന്ന വേർഡിനെ ഒന്നും കൂടി വിശേഷിപ്പിക്കുകയാണ്. വളരെ എന്നർത്ഥം വരുന്ന വാക്ക്. മനസ്സിലായോ? അപ്പോൾ ടു ആണ് എന്ത് കറക്റ്റ് ആഡ്വർബ്. രണ്ടാമത്തും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. The winds are very strong. കാറ്റുകൾ വളരെ
ശക്തമാണ്. നോക്കൂ, ആ വാക്യത്തിൽ നമ്മൾ കാണാൻ പറ്റും ദ വിൻഡ്സ് ആർ വെരി സ്ട്രോങ്. അവിടെയും ടു എന്ന വാക്കിൻ്റെ അതേ അർത്ഥമുള്ള വെരി എന്ന വാക്ക് വന്നു. വളരെ വളരേക്ക് വെരി എന്ന അർത്ഥം യൂസ് ചെയ്യുന്ന വെരി എന്ന വേർഡ് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന വേർഡും ടു എന്ന വേർഡ് നെഗറ്റീവായി. കണ്ട, കെയർലെസ് എന്ന് പറയുമ്പോൾ ഒരു ശ്രദ്ധയില്ലാത്ത ഒരു നെഗറ്റീവായ സംഭവമല്ലേ പറയുന്നത്. അവിടെ ടു എന്ന് പറയാം. എന്നാൽ ശ്രദ്ധയുള്ള കാര്യങ്ങൾ മറ്റും പറയുകയാണെങ്കിൽ അവിടെ വെരിയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 2 എക്സാമ്പിൾ പറഞ്ഞു. രണ്ടും ടൂവും വെരിയാണ് ആഡ് വെർബ്, അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കുകൾ. ഓക്കെ, ഇനി 3 മുതൽ 20 വരെയുള്ള ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. എല്ലാവർക്കും ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? അല്ലേ? ആർക്കും പ്രയാസമൊന്നുമില്ലല്ലോ? ഇന്ന് ക്ലാസ്സിൽ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20-ൻ്റെയും 30-ൻ്റെയും ഇടയ്ക്ക് ആളായിരുന്നു. ഇന്നിപ്പോൾ 45-ൻ്റെ മുകളിൽ 50-ൻ്റെ മുകളിൽ ആളുണ്ട് ക്ലാസ്സിൽ. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ഒരു ഒരു ഇംഗ്ലീഷ് മാജിക്കും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അത് എന്താവും എന്നുള്ള ആ ഒരു കാര്യം ഇപ്പം ഞാൻ പറയുന്നില്ല, അടുത്ത ക്ലാസ് ആവട്ടെ കേട്ടോ. ഓക്കെ, അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ പൊടിക്കൈ ഇട്ട് കഴിഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ക്ലാസ്സിൽ മാജിക് ഉണ്ടായാലോ, എന്തെന്ന് അറിയണം, വരണം നമുക്ക് പറഞ്ഞിട്ട് വരട്ടെ, എല്ലാവരും വരട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ ആവശ്യമാണ്. യെസ്, അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് ഇത്ര മതി. നിങ്ങൾക്ക് അടുത്ത പാഠം സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മളിപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പീഡിലാണ് പോകേണ്ടത്. വളരെ സ്പീഡിലല്ല, എന്നാൽ പറ്റ മോശമല്ല, ഒരു മീഡിയം ലെവലിൽ നമ്മൾ എല്ലാ ലെസൺസും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോകുന്നുണ്ട്. വർക്കുകളും ഏറെക്കുറെയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇത് ഈ രീതി തന്നെ പോയാൽ തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ലാംഗ്വേജിനെ പഠിക്കും. പരീക്ഷ പാസ്സാവുന്ന പ്രശ്നമേ അല്ല, പക്ഷെ ലാംഗ്വേജ് നമ്മൾ പഠിഞ്ഞു കിട്ടും. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും വർക്കുകൾ നന്നായി ചെയ്തോളൂ. ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി മറ്റാർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ നിങ്ങളെ പൊതുവെ നിങ്ങളിൽ പല ആളുകളെയും ബാധിച്ചിരിക്കുന്ന ഒരു ചെറിയ രോഗമുണ്ട്. അതിന് ഈ മുസ്ലിമീങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്ലീസ് എന്നാണ് പറയുക. മറ്റു ഭാഷകളിൽ നമുക്ക് പല പേരും പറയുക. സയൻസിൽ അതിന് സെക്കൻഡ് തോട്ട് എന്നാണ് പറയുക. സെക്കൻഡ് തോട്ട് എന്താണ് സംഭവം എന്നറിയോ? ഇത്രയൊക്കെ പോരെ, ഇതൊക്കെ ഇത്ര നന്നായി പഠിക്കണം. എന്തായാലും മോണ്ടിസോറി സ്കൂളുകൾ കുറച്ചേ ഉള്ളൂ. എനിക്കൊക്കെ മോണ്ടിസോറി ടീച്ചറായിട്ട് ജോലി കിട്ടുമോ ആർക്കറിയാം. ഞാനൊക്കെ ഇപ്പോൾ പഠിച്ചിട്ട് ഇപ്പോൾ എന്താവാനാ? ആബി സാറും കെ എം സാറും മിസ്സുമാരൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്യും. ഓക്കെ, പക്ഷെ ഓർക്കൊന്നും എൻ്റെ അവസ്ഥ അറിയില്ലല്ലോ. ഈ ഒരു ചിന്ത നിങ്ങളുടെ കുടുംബത്തിൻ്റെ വീടിൻ്റെ 7 അകലത്തേക്ക് വരാൻ സമ്മതിക്കരുത്. ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലോണം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ വീട്ടിലേക്ക് വിരുന്നായി വരാൻ ചാൻസ് ഉണ്ട്. അത് വന്നാൽ ഉടനെ പോവില്ല, പിന്നെ മാസങ്ങളോളം അവിടെ തന്നെ ഉണ്ടാവും. നെയ്ച്ചോറും ബിരിയാണി കഴിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഈ ചിന്തയെ നിങ്ങളെ പഞ്ചായത്തിലേക്ക് അടുപ്പിക്കരുത്. നിങ്ങളെ വാർഡല്ല, നിങ്ങളെ പഞ്ചായത്തിലേക്ക് തന്നെ. മനസ്സിലായി? ഇത് വന്നോ ആളുടെ ഡിസ്ട്രക്ഷൻ, നാശം, ഒരു മനുഷ്യൻ നാശം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു കേട്ടോ. സാധ്യതകൾ ധാരാളമാണ്. ഞാൻ ഈയിടെ നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു അറിവനുസരിച്ച് തന്നെ ടീച്ചേഴ്സ് ട്രെയിനികൾക്ക് മാത്രമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി 2024 മുതൽ 2030 വരെയുള്ള 6 വർഷ കാലയളവിൽ 5 കോടിയാണത്രേ. നിങ്ങൾ സംശയം ഞാൻ തള്ളുകയാണെന്നിട്ട് തോന്നുകയാണെങ്കിൽ ആബിസാർ ചോദിച്ചോളൂ കേട്ടോ. ആബിസാർ ഈ കാര്യം റെഫർ ചെയ്യുന്ന ആളാണ്, അദ്ദേഹം കൃത്യമായി പറഞ്ഞുതരും. ഓക്കെ, അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ്, അതിൽ BEdഉം MEdഉം TTC എന്ന് പറയുന്ന ഇപ്പോഴത്തെ DLED ഒക്കെ പെടും എന്ന് ഉറപ്പിച്ചോളൂ. എങ്കിലും 1 കോടി അവസരം നമുക്കുണ്ടാവൂലേ? മോണ്ടിസോറി, പ്രീ പ്രൈമറി, TTC മേഖലയ്ക്ക് വരുമല്ലോ ഇനി 1 കോടിയെങ്കിലും. ഇതിലൊട്ടാകെ ഈ മോണ്ടിസോറിയും പ്രീ പ്രൈമറിയും കഴിഞ്ഞിറങ്ങുന്ന ആളുകളുടെ എണ്ണം 1 കോടി ഉണ്ടാവുമോ? ഒന്ന് പറഞ്ഞേരി. ഞാൻ വെറുതെ പറയല്ല, ഗൂഗിളിലൊക്കെ തപ്പി നിങ്ങൾക്ക് ഈ അറിവ് കൃത്യമായി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആളെ
ആ ഇബ്ലീസ് എന്ന് വിളിച്ചില്ലേ? ആ ഹൈന്ദവ ഭാഷയിൽ പറഞ്ഞാൽ ചാത്തൻ, സാത്താൻ. അടുപ്പിക്കരുത് നിങ്ങളെ പഞ്ചായത്തിലേക്ക്. നമുക്കൊക്കെ സാധ്യതകളും ചാൻസും ഇഷ്ടം പോലെ വരും. ദൈവം നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ആ അവസരം നമ്മൾ കരസ്ഥമാക്കണം, അത് നമ്മൾ അനുഭവിക്കണം. അതിലൂടെ വരുന്ന ബെനിഫിറ്റ് നമ്മൾ ശരിക്കും ആസ്വദിക്കുകയും വേണം. ടീച്ചറായിട്ട് ശമ്പളം വാങ്ങൽ മാത്രമല്ല ആസ്വാദനം. ടീച്ചറായിട്ട് നമ്മൾ വല്ല ഫംഗ്ഷനോ മറ്റൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ തന്നെ അമ്മമാരൊക്കെ അവിടെ ഉണ്ടാവും. അവർ നമുക്ക് തരുന്നൊരു കെയർ, ഒരു റെസ്പെക്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊക്കെ അനുഭവിക്കും നിങ്ങൾ കേട്ടോ. അതൊക്കെ അനുഭവിച്ചിട്ട് വരും, അന്ന് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദ ടൈം ബീയിങ്. ഇനി ഓരോരുത്തരായി ലീവ് ചെയ്തോളൂ, ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ വിത്ത് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു സർ.